ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ അല്ലാഹു അക്ബർ മുദ്രാവാക്യം മുഴക്കി അണികൾ. പാർട്ടിയുടെ കൂച്ച് ബിഹാർ സ്ഥാനാർത്ഥി നിശിത് പ്രമാണിക്കിന് വോട്ട് തേടി ബി.ജെ.പി. ന്യൂനപക്ഷ മോർച്ച വ്യാഴാഴ്ച ദിൻഹദയിൽ നടത്തിയ റാലിയിലാണ് വേറിട്ട മുദ്രാവാക്യമുയർത്തിയത്. സീതായ് ദിൻഹദ അസംബ്ലി മണ്ഡലത്തിലെ മുസ്ലിങ്ങളാണ് റാലി സംഘടിപ്പിച്ചതെന്ന് ബി.ജെ.പി. കൂച്ച് ബിഹാർ പ്രസിഡന്റും എം.എൽ.എയുമായ സുകുമാർ റോയ് പറഞ്ഞു. കൂച്ച് ബിഹാറിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ചേർത്ത് ഉടൻ തന്നെ നഗരത്തിൽ ഒരു റാലി നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ബേദ്ഗുരിയിൽ മുസ്ലിം പഞ്ചായത്ത് സമിതി അംഗം ഉണ്ടെന്നും അതിനാൽ ഇതിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂച്ച് ബിഹാർ ജില്ലയിലെ സുക്തബാരി പ്രദേശത്ത് നിന്നുള്ള രാജ്ബൻഷി മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഈ മാസം ആദ്യം സിലിഗുരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റാലിയിൽ പങ്കെടുത്തിരുന്നതായി ബി.ജെ.പി. അനുഭാവികൾ അവകാശപ്പെട്ടു. ഇവിടെ സ്ഥിതി മാറുകയാണ്. തൃണമൂൽ എപ്പോഴും മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുകയായിരുന്നു. ആളുകൾ ഇപ്പോൾ ടി.എം.സിയെയാണ് വർഗീയമായി മുദ്ര കുത്തുന്നത്, സുകുമാർ റോയ് പറഞ്ഞു. താലൂക്ക് മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അഭിജിത് ഗംഗോപാധ്യായ പ്രചാരണത്തിനിടെ മഹിഷാദൽ ദർഗയിൽ സംഭാവന സമർപ്പിച്ചിരുന്നു. കൂടാതെ സന്ദേശ് ഗാലിയിലെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ മുസ്ലിം സ്ത്രീകൾ ടി.എം.സിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് മോദിയും അടുത്തിടെ പറഞ്ഞിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലികളിൽ ബി.ജെ.പി. നേതാക്കൾ കടുത്ത മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിലൂടെ വിവാദം സൃഷ്ടിച്ചിരുന്നു. അതേസമയം ഈ അടുത്ത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി തോൽവി ഉറപ്പിച്ച സാഹചര്യത്തിൽ നാട്ടിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തുന്നുവെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി. ജോയിയെ ജനങ്ങൾ ഏറ്റെടുത്തതോടെ UDF ബി.ജെ.പി. ക്യാമ്പുകൾ ആശങ്കയിലാണെന്നും ഇതിന്റെ ഉദാഹരണമാണ് വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിന് ബി.ജെ.പി. തയ്യാറായതും. ബി.ജെ.പി. സ്ഥാനാർത്ഥി വി. മുരളീധരന്റെ നടപടി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ജാതിമത ചിന്തകൾക്ക് അതീതമാകണമെന്ന അടിസ്ഥാന തത്വം പോലും മറന്നുകൊണ്ടാണ് ബി.ജെ.പി. ഇത്തരം പ്രചാരണത്തിന് തുനിഞ്ഞതെന്നും LDF. കേന്ദ്രമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ഈ പ്രവർത്തികൾ എന്നും LDF തുറന്നു പറഞ്ഞു. കേരളത്തിൽ ആറ്റിങ്ങൽ ജനത എല്ലാ കാലത്തും മതേതര മൂല്യങ്ങൾ സംരക്ഷിച്ചവരാണ്. ഈ പാരമ്പര്യവും ആറ്റിങ്ങലിലെ ജനങ്ങളെയും മണ്ഡലത്തിൽ സ്വാധീനമില്ലാത്ത ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് അറിവുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരം പ്രചരണത്തിലൂടെ ജനശ്രദ്ധ പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും കുറ്റപ്പെടുത്തി. പക്ഷേ ഇത്തരം നീക്കങ്ങളെ ആറ്റിങ്ങലിലെ പ്രബുദ്ധരായ ജനത പുച്ഛിച്ചു തള്ളുക തന്നെ ചെയ്യുമെന്നും LDF പറഞ്ഞു. ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ചട്ടലംഘനം തുടർച്ചയായി ഉണ്ടാകുമ്പോഴും മൗനം പാലിക്കുന്ന നിലപാടിലാണ് ഇപ്പോഴും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.